ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലി 2K ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ 2K ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഇതൊരു ദിവസം വൈകുന്നേരം ഞാൻ നനയ്ക്കാൻ വേണ്ടി ടെറസിന്മേൽ കയറിയതാണ് കേട്ടോ. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ടെറസിൻ്റെ മേലെ കയറിയതായിരുന്നു. നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നനക്കാതെ ഇറങ്ങിപ്പോരാ ചെയ്തത്. മഴ പെയ്യല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ വിചാരിക്കുന്ന ദിവസമൊന്നും മഴ പെയ്യില്ല കേട്ടോ. നല്ലൊരു അന്തരീക്ഷം കാണാൻ നല്ല രസമുണ്ട്. കാണാൻ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുമ്പോഴൊക്കെ പ്രത്യേക ഒരു ഫീലുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ബോഗൺവില്ലകളൊക്കെ വെട്ടിയിട്ട് രണ്ടാമത് പൂവൊക്കെ വരുന്നുണ്ട്. അപ്പം വെട്ടിയിട്ട് ഞാൻ ഒരു തവണ പൂവിട്ട് കഴിഞ്ഞു. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ വന്ന ദിവസം അവർക്ക് കൊടുത്തല്ലോ കമ്പൊക്കെ. അതിന് ശേഷം ഉണ്ടായി വന്നതാണ് കേട്ടോ അത്. അപ്പോൾ വീണ്ടും പൂടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടെറസിന്മേൽ നമ്മൾ ഈ ഒരു ബോഗൺവില്ല മാത്രമല്ല, കുറച്ച് തൈകളുണ്ട്. നമുക്ക് താഴത്ത് വെക്കാൻ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തൈകൾ കുറേ ഡ്രമ്മിലാക്കി മേലെ വെച്ചിട്ടുള്ളത്. ഇതൊരു തായ്ലൻഡ് മാവ്, അതേപോലെ കിലോപ്പേര, ഒരു പിന്നെന്താണ് ഒരു സപ്പോർട്ടിൻ്റെ മരം, ചിക്കു, അതുപോലെ ഒരു 2-3 ടൈപ്പ് മാത്തൈകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറ്റിയാക്കി നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. താഴെ കുറച്ച് എപ്പോഴെങ്കിലും താഴേക്ക് വെക്കാൻ തോന്നുമ്പോൾ അങ്ങനെ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റംബൂട്ടാൻ പൂവിട്ടൊക്കെ ഒരിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റംബൂട്ടാനും പൂവിട്ടിട്ടുണ്ട്. ഞാൻ ഇതേപോലെ നമ്മൾ തിന്ന കുരു കുഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. 8-9 വർഷമൊക്കെ ആയി. ഇപ്പം കുറച്ച് 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് കായ്ക്കുന്നുണ്ടത്. ഇതാണ് കേട്ടോ നമ്മൾ ബോഗൺവില്ലൊക്കെ. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞിട്ട് നനഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റും റോസും കോമ്പിനേഷൻ വന്നപ്പം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നിങ്ങൾ കാണുന്നവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അതുപോലെ ഇത് ഇൻഡോറിൽ വെച്ച് മണി പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇതിലൊരു മണി പ്ലാന്റ് മാത്രമല്ല, ഒരു 3-4 ടൈപ്പ് ആ ഒരു ഇതിൽ തന്നെ ഉണ്ട്. ഇൻഡോറിൽ ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ് ഒന്ന് നല്ലോണം ശരിയായി വരാൻ വേണ്ടിയിട്ട്. കുറച്ച് വളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ശരിയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇരുട് മൂടി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും അന്ന് മഴ പെയ്തില്ല കേട്ടോ. നല്ല കാറ്റും അതേപോലെ ചെറിയ ചാറ്റൽ മഴ മാത്രം ആയിട്ട് പോവുക ചെയ്ത്. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലെ സൈഡാണിത്. തൊടി പോലെ അവിടെ ചണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അടിച്ചിരി ചൂടാറാണ് ഇടയ്ക്ക്. ഇപ്പം നോമ്പായതിനെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ എന്താ വന്നത് വെച്ചാൽ, ആ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമല്ലേ എടുക്കുന്നത്. ഇത് കുറേ കാലം ഇവിടെ ഉണ്ടായിട്ട്. ഇതിവിടെ കോഴികളുണ്ടായിരുന്നു. അത് കുറേ കോഴികളുണ്ടായിരുന്നു ഹസ്ബൻഡിന്. അപ്പം ഐറ്റക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടത്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുകയാണ് കുറേ ആയിട്ട്. അപ്പം ഞാനിത് നമ്മുടെ ടേർട്ടിൽ വൈൻ നടാമെന്നാണ് വിചാരിക്കണം കേട്ടോ. നല്ല രസം ഉണ്ടാവില്ല കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് ടേർട്ടിൽ വൈൻ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് എനിക്കത് നമുക്ക് നോക്കാത്തത്. ആദ്യം എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലുണ്ടായിരുന്നു. ഇപ്പം ഇല്ല എന്നല്ല, നിലത്ത് കൂടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ചട്ടിയിലാക്കിയ ഒന്നും സംഭവമില്ല. അപ്പം ഇത് കുറച്ച് ഞാൻ നിലത്തു നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്നതാണ്. അപ്പം കണ്ടില്ലേ, അങ്ങനെ നല്ല രീതിയിൽ കുറേ തിക്കായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് സെറ്റാക്കി കുഴിച്ചിട്ടെന്നാണ് വിചാരിക്കുന്നത്. അവിടെ തൊടിയിൽ ഇലകളൊക്കെ വീണിട്ട് ഇതായിട്ടുള്ള മണ്ണൊക്കെ ഉണ്ട്. നല്ല വളമൊക്കെ ഉണ്ടാവും അതിൽ. കാരണം ഈ തൊടിയിലായിരുന്നു ഞങ്ങൾ കോഴിക്കോട് ഉണ്ടായിരുന്നത്. അപ്പം ആ മണ്ണ് നല്ല ഇതാണ്. പക്ഷേ തൈകളൊന്നും കുഴിച്ചിട്ടാൽ അവിടെ ഇതാവണില്ല. നമ്മളെ പയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും. ഒന്നാമതിൻ്റെ ശ്രദ്ധ അവിടെയൊക്കെ എത്താഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെയുള്ള മണ്ണാണ് എടുക്കണത്. അതിലേക്ക് നിറച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കാനാണ് വിചാരിക്കണത്. ചില ചെടിക്കാണെങ്കിൽ നല്ല വെയിലും വേണം, ചിലതിനാണെങ്കിൽ തീരെ വെയിലും വേണ്ട. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഒത്തൊരു ചേർന്ന സ്ഥലമായിരുന്നു പണ്ടത്തെ ഞങ്ങളെ തറവാട് വീട് കേട്ടോ. അവിടെ തണലും വെയിലിന് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ വീട് പൊളിച്ചിട്ട് ഈ പുതിയ വീടാക്കിയ സമയത്ത് തണലെന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി മാറി. പക്ഷേ ഇങ്ങനത്തെ തണലിൽ വെക്കുന്ന ചെടികളൊന്നും വെക്കാൻ എനിക്കൊരു സ്ഥലമില്ല. അപ്പം ഞാനിത് പഠിച്ചോനാ പറഞ്ഞിട്ട് പറയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തൈകളും കാര്യങ്ങളൊക്കെ ആയി വരുമ്പം എന്തായാലും തണലും വെയിലൊക്കെ ഉണ്ടാവും. അന്ന് വീടിൻ്റെ മുറ്റത്ത് വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ അപ്പോൾ ഇതേപോലെ ഞാനതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് കുറച്ച് ഇടുങ്ങിയ പോലെയുള്ളത് ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു ആ സൈഡിൽ തന്നെ ഓടിൻ്റെ സൈഡിലേക്ക് തൂക്കിയിടാം
ഒക്കെയായിരുന്നു. പിന്നെ വിചാരിച്ചു ഫ്രണ്ടിൽ തന്നെ വെക്കാം നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും ആ കയറ് മാറി ചൂടിയും കൂടെ എടുത്തിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എങ്ങനെയെങ്കിലും. പിന്നെ ഇത് നമ്മുടെ മെലസ്റ്റോമയിൽ ആദ്യമായിട്ടുണ്ടായ പൂവാണ് കേട്ടോ. പൂവ് കൊഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഈ സാധാരണ ഇങ്ങനെ കൊഴിയുന്ന പൂവൊക്കെ ഇത് ഫസ്റ്റ് ഉണ്ടായ പൂവാണ് കേട്ടോ. അപ്പോൾ അത് ആ ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 130 രൂപയും 60 രൂപ CC ആണ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് തൽക്കാലം ഞാൻ കെട്ടാനൊന്നും നിന്നില്ല. കാരണം കാലിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഊരവേദന ഉള്ള കാര്യം. അപ്പോൾ എനിക്ക് ഊരക്ക് നല്ല വേദന ഉണ്ടെന്നൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ അധികം പണികളും കാര്യങ്ങളൊന്നും എടുത്തില്ല. മണ്ണ് നിറച്ച് ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കുകയാണ്. പിടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ തണലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കുറേ പിന്നെ മാത്തയൊക്കെ പിടിപ്പിച്ചാണ്. അതൊക്കെ ഒരു ഉഷാറായി വരുമ്പോൾ അവിടെ കുറച്ച് തണൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ വീടിൻ്റെ മുന്നിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ ആയിട്ട് നമ്മുടെ ഈ ഒരു പിന്നെ ചട്ടി പൊട്ടി കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു വേര് തിങ്ങിയിട്ട് ഇനി നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പം അതൊന്ന് മാറ്റാമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ സൗകര്യത്തിൽ നീക്കി വെക്കുന്നതിനെ കൊണ്ടാണ് ഷെയ്ക്ക് ആവുന്നത്. പിന്നെ കുറച്ച് ചട്ടികൾ വാങ്ങാനൊക്കെ ഉണ്ട്. അതിനൊക്കെ സൗകര്യം പോലെ പോകണം. നമുക്കെന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ചട്ടി കുറച്ചൊക്കെ വാങ്ങാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. പിന്നെ ഈ ചട്ടി ഞാൻ ഇതേപോലെ പൊട്ടുന്ന ചട്ടിയൊന്നും ഒഴിവാക്കില്ല കേട്ടോ. ഞാൻ കയറുകൊണ്ടൊക്കെ ചുറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും, കാരണം വലിയ ചട്ടിയാകുമ്പോൾ ഒഴിവാക്കാനൊരു മടിയാണ്. തൽക്കാലം നമ്മൾ എന്താ പറയുക ചെടികൾ ഇങ്ങനെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ അപ്പോൾ അത് മതിയല്ലോ. അപ്പം ഇതിൽ നിന്ന് കുറേ തൈകൾ ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഭംഗി തന്നെ ഇല്ലാതായി ഇങ്ങനെ തിങ്ങിയിട്ട്. ഒന്നുകിൽ ഞാൻ മൊത്തത്തിൽ വലിയ ചട്ടിക്ക് നടണം, അല്ലെങ്കിൽ ഇത് ഇതേപോലെ സെപ്പറേറ്റ് ആക്കണം. ഇപ്പം എന്നാലത് ഏതായാലും ഉണ്ടോ. ഇത് ശരിക്കും ഇങ്ങനെ വരുമ്പോൾ മണ്ണൊക്കെ നല്ലോണം ഇളകിയിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ തൈ. അപ്പോൾ ഞാനിത് ഏതായാലും കുറേ സെപ്പറേറ്റ് ആക്കി എടുത്തിടായിരുന്നു, വേഗം കിട്ടണമുണ്ട്. അപ്പോൾ ആ അടുത്ത് തന്നെ ഉള്ളൊരു ചട്ടി അതിലേക്ക് മാറ്റി വെക്കണം എന്നാണ് വിചാരിക്കണമെന്നല്ല അതിനെടുത്ത് വെച്ച് തന്നെയാണ് ഞാൻ. അങ്ങനെ കുറേ കയ്യിലേക്ക് ഇറക്കി വെച്ചു. ആ ഒരു പരിപാടി കൂടെ ഒന്നുണ്ട് എടുത്ത് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. ആ ചട്ടി അതെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഇത് നല്ല ഭംഗിയിൽ നമ്മൾ വലിയ ചട്ടിയിലൊക്കെ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിനും വലിപ്പം കൂടും, അതുപോലെ നല്ല ഭംഗിയും കൂടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതിൽ തിങ്ങി നടക്കാൻ ഇങ്ങോട്ട് കുറേ കാലം ഞാൻ പറഞ്ഞില്ല. അതിനെക്കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഉണ്ടായി വന്ന സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു 4-5 ചെടികളെ പോലെയല്ല, നമുക്ക് തോന്നുന്ന ചെടി ഉണ്ടാകുമ്പം ഏതും ഒഴിവാക്കാനും തോന്നൂല. പിന്നെ പുതിയ ചെടി കിട്ടിയാൽ പിന്നെ വേണമെന്നുള്ള ചിന്ത തന്നെ ഉണ്ടാവുള്ളൂ. ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വേണ്ടാന്ന് അങ്ങനെയൊന്നും തോന്നൂല. അത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഒപ്പിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാമെന്നേ വിചാരിക്കുള്ളൂ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ആ ചട്ടി തന്നെ വെക്കാം കേട്ടോ. കാരണം വേറെ ചട്ടി ശരിക്കും വാങ്ങിയതില്ല, വാങ്ങണം, നോമ്പ് കഴിയട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ കോഴിക്കോട് നിന്നാണ് ചട്ടി വാങ്ങലിപ്പോൾ. അവിടെ നിന്ന് ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വില കുറവിൽ വാങ്ങാൻ ചെയ്യൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുക്കും. ഇത് അത്യാവശ്യം വലിയൊരു ചട്ടിയാണ്. അപ്പോൾ ഞാൻ വട്ടത്തിൽ അങ്ങോട്ട് അത് മോൻ്റെയൊക്കെ പാൻറ്റിൻ്റെ കയറാണ് കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടുന്നൊരു കയറാണ്. അതുകൊണ്ട് ടൈറ്റാക്കി കെട്ടി കൊടുക്കും. അറിയില്ല കെട്ടിയിട്ടുണ്ടെന്നൊന്നും. അപ്പോൾ ഞാൻ എന്തായാലും ആ ചട്ടി ഒഴിവാക്കുന്നില്ല, അതിൽ തന്നെ ഇറക്കി വെക്കും. നല്ലോണം ടൈറ്റാക്കി കെട്ടി കൊടുത്താൽ കുറേ കാലം അങ്ങനെ തന്നെ വെക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. പൊട്ടിയിട്ട് ഇത്ര കാലം നിന്നില്ലേ എന്നിട്ടപ്പോൾ കെട്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ അറിയില്ല കേട്ടോ. ഞാൻ മാത്രമായിട്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ചട്ടിയാണെന്നുള്ളതൊന്നും. പിന്നെ അത് ആ മണ്ണോട് കൂടെ ഒക്കെ ഇറക്കി വെച്ചു. ബാക്കിയുള്ള മണ്ണൊക്കെ മറ്റേ ചട്ടിക്ക് വാരിയിട്ട് കൊടുത്തു. അതങ്ങനെ ഉണ്ടായിക്കോളും. ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കുറേ മണ്ണൊന്നും വേണമെന്നൊന്നുമില്ല. എൻ്റെ ചട്ടിയിൽ കുറേ മണ്ണും ഉണ്ടാവുമില്ല. വലിയ ചട്ടിയിലൊന്നും അല്ലാത്ത ചെറിയ ചട്ടികളിലൊന്നും കുറേ മണ്ണൊന്നും ഞാൻ ഇടലില്ല. കാരണം ഒന്നാമത്തത് എൻ്റെ ചെടികൾ എന്നും ഒരു സ്ഥലത്ത് നിൽക്കലില്ല. ഞാനിങ്ങനെ കൊണ്ടുനടക്കലാണ് കേട്ടോ. ചട്ടി ഇങ്ങനെ പല സ്ഥലത്തേക്ക് മാറ്റി മറിച്ചൊക്കെ വെച്ച് വെക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ വിചാരിക്കും ഇറ്റങ്ങൾക്ക് നമുക്ക് കുറേ ദിവസം സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഇടങ്ങറല്ലേ. അപ്പോൾ ഇടയ്ക്ക് സ്ഥലം മാറാനൊക്കെ തോന്നുമല്ലോ. അതേപോലെ ഇവർക്കും അങ്ങനത്തെ ഫീൽ ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കും. പിന്നതെന്ന് വെച്ചാൽ ഈ ജന്തുക്കളൊന്നും വന്ന് കൂടി പാർക്കാനുള്ളൊരിട വരുത്തേണ്ട വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത് കേട്ടോ. അതും കൂടെ ഉണ്ടായിൽ. അപ്പോൾ പൊട്ടി ചട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയായി തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ചെടി. ഇനി അത് കുറച്ചും കൂടെ കാലമായി തന്നെ നിൽക്കും.
പിന്നെ ആ ചെടീൻ്റെ ചട്ടിയിലുള്ള കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പെറുക്കി ഗ്ലോണിമേലൊക്കെ കുറേ ഇല വീണിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല മെയിൻ്റനൻസ് വേണം കേട്ടോ ചെടിക്ക്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ നീക്കി വെച്ച് അടിച്ചേരി വൃത്തിയാക്കാഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ കേട്ടോ. ഇപ്പം നമ്മളെ ചട്ടിയിലൊക്കെ കുറേ ഇല വീണിട്ടുണ്ട്. നോമ്പ് കഴിയണ മുന്നേ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. നോമ്പ് കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നോമ്പിൻ്റെ സമയത്ത് തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇതിലൊക്കെ കുറേ ചണ്ടി വീണാൽ ചെണ്ടി വളമൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ചെടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതൊക്കെ വേറെ രീതിയിൽ നമ്മൾ ചണ്ടിയൊക്കെ മണ്ണൊക്കെ ഇട്ട് കുറച്ച് മണ്ണും കുറച്ച് ഈ ഇലകളും കരിയിലകളും അതിൻ്റെ കൂടെ തന്നെ പിന്നെ ചാണകവെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ല വളമായി കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തിടുകയാണെങ്കിൽ നന്നാവും. അതെല്ലാം മണ്ണിൻ്റെ കൂടെ നമ്മൾ ചട്ടിയിൽ നിറക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതിങ്ങനെ വീണ് കിടക്കുമ്പോൾ ഒരു ഭംഗി വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഇത് പല ടൈമായിട്ടാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും പഴയ വേരിയേഷനിൽ സൗണ്ട് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പല ടൈമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെ ജസ്റ്റ് സ്പീഡ് കൂട്ടിയേക്കുകയാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ബോറായി തോന്നുന്നുണ്ടോ അറിയില്ല. ഞാൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെടിയൊക്കെ ഒരു ടൈമിലും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അതിന് ശേഷം ഇതേപോലെ വീണ്ടും തിക്കായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഒരാൾക്ക് കൊടുത്തെന്ന് വെച്ചിട്ട് നമ്മൾ കുറയൂല എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കൊടുത്താൽ നമുക്കത് അതിൻ്റെ ഇരട്ടി ഉണ്ടാവും എന്നാണ് പറയുക. അതേപോലെ തന്നെയാണ് എനിക്ക് അതേപോലെ തിക്കായിട്ട് തന്നെ ചെടികൾ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വീഡിയോ ജസ്റ്റ് സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം 13 മിനിറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ ബോറായിട്ട് തോന്നി വെച്ചിട്ടാണ്. അപ്പോൾ എന്നോട് കുറേ പേര് കലാത്തി ചോദിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ കലാത്തികൾ. ഇത് തൈയായിട്ടില്ല, കുറച്ച് തൈകളായവുണ്ട്. അവർക്ക് ഞാൻ PM ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ചോദിച്ചവർക്ക് ഞാൻ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ. അപ്പം ഇത് ഞാൻ ഒരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു. വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ അങ്ങനെ. ഈ ഒരു ചെടിക്ക് തീരെ വെയിൽ പറ്റില്ല കേട്ടോ. ഈ കലാത്തിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇല ചുരുണ്ടിങ്ങോട്ട് എന്തോ നാശമായിപ്പോവും, പറ്റങ്ങോട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പം ഇത് തണലത്താണ് ഇപ്പം ഇരിക്കുന്നത്. ഒരു ചെടിക്ക് നേരത്തെ കാണിച്ച ചെടിക്ക് നല്ലോണം വെയിൽ ഇലക്ക് തട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇല ചുരുണ്ടിക്കുന്നത്. കാരണം മുറ്റത്ത് ഞങ്ങൾ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പടർത്തിയോണ്ട് തന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ വെയിലുണ്ട്, വള്ളി കുറവുള്ള സ്ഥലത്ത്, ചില സ്ഥലത്ത് തീരെ വെയിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ 10 മണിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ 10 മണി, ഈ ഒരു 10 മണി ആദ്യമായിട്ട് പൂവിട്ടാണ്. മഞ്ഞ, ഡാർക്ക് റോസ്, അതേപോലെ ഡാർക്ക് റെഡും ഒക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇത് ആദ്യമായിട്ടാണ് പൂവുള്ളത്. ഇത് ഏത് കളറാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ തന്നതായിരുന്നു ഇങ്ങനെ കട്ടിങ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.